പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടി എല്ലാ വർഷവും ഉണ്ട്. NMG ഫിലിംസ് ആണ് ഈ പഠനോപകരണങ്ങളുടെ ഈ വിതരണം സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ ഈ മെയ് മാസങ്ങളിൽ നമ്മുടെ മെമ്പേഴ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എന്ന നിലയ്ക്ക് ഒരു വ്യക്തിക്ക് കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ടെലിവിഷനിലൂടെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന എഴുത്തുകാരനായ നമ്മുടെ പ്രിയപ്പെട്ട താരം കൊച്ചു പ്രദീപിൻ്റെ മകനും 2 മക്കളും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രദീപേ, എന്തോ എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? നല്ല വിശേഷം. മക്കൾ നിന്നെക്കാട്ടും വലുതായല്ലോ. പിന്നെ അതെ, അങ്ങനെയല്ലേ വേണ്ടേ? അതാണ് വേണ്ടത്. നമ്മളെക്കാട്ടും വലിയ മക്കളാവണം. എൻ്റെ മൂത്താള് ഇളയാള്. ഇത് കാശിനാഥൻ, ഇത് ബദ്രിനാഥ് ആണല്ലേ. പുള്ളി കഴിഞ്ഞ ദിവസം നമ്മുടെ വിനീഷ് കോട്ടയം എന്നെ വിളിച്ച് ഇപ്പം ഇവൻ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനെന്തെന്ന് വെച്ച് അച്ഛൻ കക്കുസി പോയി 2 മാസം കഴിയും വരാൻ. എന്തായാലും അല്ലു അർജുന്റെ സിനിമയുടെ പേരാ 2 പിള്ളേർക്കും. അതെ, കാശിനാഥൻ ബദ്രിനാഥൻ. കൊച്ചുപ്രദീപേ, എന്തോ കൊച്ചുപ്രദീപിനെ ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു 4 വരി കൊച്ചുപ്രദീപിന്റെ ഒരു പാട്ടൊന്ന് പാടിയാൽ പടം തീർച്ചയായും നല്ല പ്രോത്സാഹനം. ജോഷി സാറിന്റെ പടത്തിലൊക്കെ കുറെ പടങ്ങളിലുണ്ട്. ഇപ്പൊ പാപ്പൻ, പൊറഞ്ചുപുറ ഏഞ്ചോസ്, വെടിക്കെട്ട് ഇത് ചെയ്തു. നല്ല സിംഗറാണ്. ഇടക്കിടക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിടാറുണ്ട്. 2 വരി ഇപ്പൊ ഹിറ്റായിട്ട് നിൽക്കുന്ന പാട്ടിന്റെ തന്നെ ആയിക്കോട്ടെ. ഒരുപാട് ആടുജീവിതത്തിലെ ആടുജീവിതം. പെരിയോനേ എൽ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ എൽ റഹ്മാനേ പെരിയോനേ റഹീം അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ ഇങ്ങിരുന്നാലും അറിയണുണ്ടേ മിണ്ടാമൺ തടി വാരിയെടുത്തത് കണ്ടില്ല കണ്ടില്ല നിന്നനവ് കണ്ടില്ല കണ്ടില്ല നിന്നനവ് പെരിയോനേ എൽ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ എൽ റഹ്മാനേ പെരിയോനേ റഹീം. നിസാര പാട്ടല്ല പാടിയത്, ഗംഭീരമായിട്ട് പാടി. താങ്ക് യു. പിന്നെ എഴുത്തുകാരൻ, ഫിലിം ആക്ടർ, ഇപ്പൊ എന്താ പറയാ, നല്ല മിമിക്രി പെർഫോമറാണ്. ഒരു 2 സ്റ്റാർ പൊളിച്ചങ്ങട്. ഓക്കെ, എടാ ജാഫർക്കയുടെ ശബ്ദം ചെയ്യാം. ജാഫർക്കയുടെ മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിലെ ശബ്ദം. കൊച്ചേ, നമ്മുടെ തൊഴുവഴ അമ്മാച്ചനൊരു ആലോചന പറഞ്ഞായിരുന്നേ. ഞാൻ ആലോചിച്ചിട്ട് നല്ല കേസാ. ഇപ്പോൾ കൊച്ചിന് കുമ്പിളിപ്പം നിന്നുകൊണ്ടായിരുന്നാൽ മതി, അത് അമേരിക്കയിൽ പോയി അടിച്ചു പൊളിക്കണോ? ഇനി നമുക്കറിയാം, പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്ന് തെളിയിച്ച കലാകാരൻ തൻ്റെ പൊക്കക്കുറവിനെ ഗിന്നസ് ബുക്ക് വഴി എത്തിച്ച പ്രിയ സുഹൃത്ത് ഗിന്നസ് ബക്രജാൻ്റെ ശബ്ദമാണ്. അദ്ദേഹത്തിൻ്റെ അത്ഭുതദ്വീപ് എന്ന സിനിമയിലെ ജഗജാല കില്ലാടിയായ ഗജേന്ദ്ര കുമാറിൻ്റെ ആ ശബ്ദം അഭിനയിച്ചിരുന്നു. അപ്പം അതിൽ ഒരു ഡയലോഗ്, എടാ ഗന്ധർവ, എൻ്റെ പെണ്ണിനെ തട പട്ടി മാതുല. ആ ഗന്ധർവൻ എൻ്റെ പെണ്ണിനെ കൊണ്ട് പോകണു. കുഞ്ഞോണ്ടോനെ എടാ എന്നെ കൂടെ കൊണ്ടുപോടാ. പ്രസാദേട്ടാ, നമുക്ക് പ്രദീപിൻ്റെ കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണം അങ്ങോട്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ റൈറ്റലിൻ്റെ സെക്രട്ടറി അനൂപിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പഠനോപകരണം വിതരണം
നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന NNG ഫിലിംസ് ആണ്. അവരോടുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പോൾ താങ്ക് യു. ഇത്തരം ഒരു വലിയ മഹത് കർമ്മം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ടീം ഫ്ലവേഴ്സ്. നമസ്കാരം. ന്യൂസ് ഡിബേറ്റിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വിഷയത്തിൽ കേരളത്തിൽ ഇപ്പോൾ വലിയ തോതിൽ ലൈസൻസിൽ വലിയ രാജ്യാന്തര തലത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ആ വിഷയത്തിൽ പ്രതികരിക്കാനായി രാഷ്ട്രീയ പ്രമുഖർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലും അതുപോലെ സ്റ്റുഡിയോയിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണനിലേക്ക് പോകുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവിടെ ലൈസൻസിൽ ഇങ്ങനെ മാറ്റം വരുത്തുമ്പോൾ പ്രതിസന്ധിയിലാകുന്നുണ്ടോ ഡ്രൈവിംഗ് സ്കൂൾ? ഡ്രൈവിംഗ് സ്കൂൾ നല്ല ഒരു സിനിമയല്ലേ, ഞാൻ എത്രയോ തവണ കണ്ടതാ. തിരുവഞ്ചൂർ, ഡ്രൈവിംഗ് സ്കൂൾ സിനിമയെക്കുറിച്ചല്ല, നമ്മളിപ്പോൾ ഡ്രൈവിംഗിൽ വന്ന ഈ നിയമ വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ശ്രീ തിരുവഞ്ചൂർ. ഒരുപാട് മാറ്റങ്ങൾ വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഈ വർഷം തന്നെ എത്രയോ അപകടങ്ങൾ നടന്നു. ഞാൻ കൃത്യമായിട്ട് പറയാം. 9356 9345 കൃത്യമായില്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോളൂ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിലേക്ക് പോയിട്ടിരിക്കുന്നു. ശ്രീ ഗോവിന്ദൻ മാഷ്, ഇവിടെ ഈ നിലയിൽ നിയമങ്ങൾ പരിഷ്കരിക്കുമ്പോൾ അത് ലോകം ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രീ ഗോവിന്ദൻ മാഷ്. ലോകം എല്ലാ തരത്തിലും ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്കാണ് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നത്. മാത്രമല്ല, നിയമത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുകയാണ്. കുട്ടികൾ ഓടിക്കുന്ന 3 ഏക്കറുമുള്ള സൈക്കിള് ഞങ്ങൾ നിയമത്തിൻ്റെ പാതയിൽ കൊണ്ടുവരും. അതുമാത്രമല്ല, നിങ്ങൾ ഈ കാണുന്ന വീൽ ചെയർ ഞങ്ങൾ നിയമത്തിൻ്റെ പാതയിൽ കൊണ്ടുവരികയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴും ഇവിടെ ജീവൻ മരണം വെച്ച് കളിക്കുന്ന അപകടകരമായിട്ടുള്ള ഡ്രൈവ് ഞങ്ങൾ നിരോധിക്കുകയാണ്. കവുങ്ങിൻ്റെ പാളയിലിരുത്തി ആളുകളെ വലിക്കുക, ഇത്തരത്തിലുള്ള നിയമം ഞങ്ങൾ നിരോധിക്കുക തന്നെ ചെയ്യും. ആ ജനങ്ങളുടെ നന്മയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവനവൻ്റെ സേഫ്റ്റിയാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. കാരണം നിയമങ്ങളൊക്കെ പല സമയത്തും മാറി മറിഞ്ഞു വരുമെങ്കിലും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, റോഡിന് 2 വശങ്ങളാണുള്ളത്. ഇടതുവശവും വലതുവശവും. ഇടതുണ്ടെങ്കിലേ വലതുള്ളൂ. അപ്പം നമ്മളൊന്ന് പറയാം, ഞാൻ പറയേണ്ട ഒരു കാര്യം, ഇടതുവശം സേഫായപ്പോൾ ഇടതുവശം ചേർന്ന് പോകണം. വലതുവശമാണ് സേഫെങ്കിൽ നമ്മൾ വലതുവശം ചേർന്ന് പോകും. ഞാനിങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് വളരെ കാലമായിട്ട് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി സ്വരാജ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യത്തോട് ഒരു രീതിയിലും ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ ഈ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഒന്നും തന്നെ ലൈസൻസിൻ്റെ കാര്യത്തിൽ വരുന്നില്ല. കാരണം ലൈസൻസിന് കൃത്യമായൊരു ചരിത്രമുണ്ട്. അത് 1942 കാലഘട്ടത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് വേണ്ടി ജാലിയൻ കണാറിനടക്കമുള്ള ആളുകൾ ഓട്ടോറിക്ഷയായി പോകാൻ തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് കമ്പനി കൊണ്ടുവരികയാണ് ഒരു നിയമം, ലൈസൻസ് വേണമെന്ന്. അപ്പം തന്നെ ആ നിയമത്തെ മാറ്റിമറിക്കുവാൻ വേണ്ടി ഇടത് സർക്കാർ എടുത്തിട്ടുള്ള പുതിയ നിയമമാണിത്. അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. എനിക്ക് തോമസ് ഐസക് സാറിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. തോമസ് ഐസക് സാർ, ഇവിടെ ഇപ്പോൾ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഇതിനെല്ലാം സാമ്പത്തികമായ വലിയ ചിലവുകളുണ്ട്. അത് താങ്ങുവാൻ ഇപ്പോൾ കേരളത്തിന് സാധിക്കുമോ ശ്രീ തോമസ് ഐസക്? അച്ചടിച്ച പുസ്തകത്താളിൽ നിന്നും നമ്മൾ പഠിച്ച ലൈസൻസിൻ്റെ കാലമൊന്നുമല്ല ഇപ്പോൾ. എല്ലാ ദിവസവും ഇതിലും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ചിലവ് വരും. ഈ ചിലവ് വരുമ്പോഴേ ഈ റിസർവ് ബാങ്ക് നോട്ടടിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, കമ്മട്ടം. അവിടെ ചെന്നിട്ട് 1500 കോടി രൂപ വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അടിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊന്നും സാമ്പത്തിക ബുദ്ധിമുട്ടിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലെന്നേ. അപ്പോൾ VD സതീശന് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് ഈ ഗോവിന്ദൻ മാഷിനോടാണ്. ഗോവിന്ദൻ മാഷ് പറഞ്ഞു ലൈസൻസ് കൊടുക്കുന്നതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ റെയിൽ കൊണ്ടുവരുമെന്നും പറഞ്ഞു. ഇത് രണ്ടും പോരാത്തതിന് റോഡ് എന്ന് പറഞ്ഞു. എന്നോടൊരു ബംഗാളി ചോദിക്കുകയാണ്, ഈ റോഡ് എന്ന് പറഞ്ഞാൽ കുഴിയുള്ള റോഡാണ്. അങ്ങനെ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് മാത്രമല്ല, രംഗണ്ണ പറയുന്നുണ്ടല്ലോ അംബാനോട്, അംബാനെ ശ്രദ്ധിക്കട്ടെ അബ്ബാനെ എന്ന് പറയുക. ആ നിലയിൽ നമ്മൾ കേരളത്തോട് പറയേണ്ടി വരികയാണ്. ഈ വിഷയത്തിൽ എന്നോടൊപ്പം ശ്രീ PC ജോർജ് ചേർന്നു. PC ജോർജ്, ശ്രദ്ധിക്കണമെന്നിങ്ങനെ നിരന്തരം പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ ശ്രീ PC ജോർജ്? എൻ്റെ മുന്നിൽ നികേഷ്, ഞാനൊരു കാര്യം പറയാം. ഇതിലൊക്കെ മര്യാദക്ക് വണ്ടി ഓടിച്ച് കിടന്ന് ഒരു അപകടവും നടക്കുന്നില്ല, മനസ്സിലായില്ലേ? അല്ലെ വഴി തെറ്റിയവരൊക്കെ പൊളിച്ച് തെറിയാ പറയേണ്ടത്, മനസ്സിലായിക്കോണം. എനിക്ക് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ജേക്കബ് ജോർജിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ചർച്ച അവസാനിക്കുമ്പോൾ ജേക്കബ് ജോർജ് സാർ, ഇവിടെ ഇപ്പോൾ ഈ വലിയ നിയമങ്ങൾ കൊണ്ടൊക്കെ തന്നെ കേരളം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ ജേക്കബ് ജോർജ്? പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഇവിടെ വന്നു നികേഷ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, പാലങ്ങൾ വരുന്നു,
പിന്നെ ബൈപ്പാസുകൾ വരുന്നു. പക്ഷേ നിയമങ്ങൾ എല്ലാ കാലത്തും ദൂരദർശൻ പോലെ തന്നാൽ മതിയോ? മാറ്റം വരണ്ടേ? തീർച്ചയായും അപകടരഹിതമായിട്ടുള്ളൊരു കേരളം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ന്യൂസ് അവർ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.